Then program number 19. Obtain the regression equation for predicting systolic blood pressure from job statistical analysis software. If one knows that a subject in a feature has a score on job satisfaction of 15, what is their systolic blood pressure predicted to be? What is the standard error of the estimate? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. 34 ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 124 ആണ്. അതുപോലെ ജോബ് സാറ്റിസ്ഫാക്ഷൻ 25 ആണെങ്കിൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 156 ആണ്. നമുക്ക് കാണേണ്ടത് 15 ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് കാണണം, സ്റ്റാൻഡേർഡ് എററും കാണണം. ഇതാണ് കാണേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മീൻ കാണണം. ഇതിൻ്റെ മീൻ കാണണം. ഇതിൻ്റെ മീൻ എക്സ് ബാർ കാണണം. അത് കിട്ടി. ഇനി ഇതിൻ്റെ മീൻ കാണണം, വൈ ബാർ കാണണം. അത് കിട്ടി. ഇത് രണ്ടും കിട്ടി. ദെൻ ഇനി നമ്മൾ കാണേണ്ടത് എസ് എക്സ് 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 ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഓരോന്നിൻ്റെ അകത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിൻ്റെ അകത്തുനിന്നും 34ൻ്റെ അകത്തു നിന്ന് എന്ത് ചെയ്യണം, 35 കുറയ്ക്കുക, അതിൻ്റെ സ്ക്വയർ കാണുക. അടുത്ത 23ക്കകത്ത് നിന്ന് എന്ത് ചെയ്യണം, 35 കുറയ്ക്കുക, അതിൻ്റെ സ്ക്വയർ കാണുക. എന്നിട്ട് അതെല്ലാം കൂടെ സമ്മ് ചെയ്യുക. അതാണ് 1920. അതുപോലെ തന്നെ എസ് എക്സ് വൈ കാണണം. എസ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ. അതെല്ലാം കൂടെ സമ്മ് ചെയ്യുക. ഇതാണ് കിട്ടുന്നത്. ദെൻ സ്ലോപ്പും ഇൻ്റർസെപ്റ്റും കാണണം. സ്ലോപ്പിനുള്ള ഫോർമുലയാണിത് B1. B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എക്സ് വൈ ഇതിൻ്റെ തന്നെ എസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. ഇതിൻ്റെ ആവശ്യമില്ല. അതാണ് അതിൻ്റെ സ്ലോപ്പ്. ഇനി വൈ ഇൻ്റർസെപ്റ്റ് കാണണം. വൈ ഇൻ്റർസെപ്റ്റിനുള്ള ഫോർമുല ഇതാണ്, B0 കാണണം. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. വൈ ഇൻ്റർസെപ്റ്റ് കിട്ടി 175.419792. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റിഗ്രഷൻ ഇക്വേഷനാണ്. റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ആ ലൈൻ എന്ന് പറഞ്ഞത് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് വിചാരിക്കുക. ഇതിങ്ങനെ നീണ്ടുപോകും. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ ലൈന്. ഇതാണ് റിഗ്രഷൻ ലൈൻ. ഇതിൻ്റെ ഫോർമുല y = mx + c എന്നായിരിക്കും. അപ്പം ഈ സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈ ഇൻ്റർസെപ്റ്റ് സി. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. ഇത് തീറ്റയാണെങ്കിൽ m = tan തീറ്റ. ഇതുണ്ടോ? അപ്പോൾ എമ്മും സിയും കാണണം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ. ഈ ലൈനാണ് റിഗ്രഷൻ ഇക്വേഷൻ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് കാണേണ്ടത് എമ്മും സിയും ആണ് കാണേണ്ടത്. എമ്മും സിയും കണ്ടുപിടിച്ചു. ഇതാണ് എം മൈനസ് ഇത് സി. അപ്പം y = c + mx എന്ന് എഴുതി. ഇതാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് 15 ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ ഈ എക്സിന് പകരം 15 കൊടുക്കുക. അപ്പോൾ നമുക്ക് 158.6540 കിട്ടും. ജോബ് സാറ്റിസ്ഫാക്ഷൻ 15 ആണെങ്കിൽ ബ്ലഡ് പ്രഷർ ഇതായിരിക്കും. ഇനി നമുക്ക് കാണേണ്ട സ്റ്റാൻഡേർഡ് എററാണ്. സ്റ്റാൻഡേർഡ് എറർ കാണാനായിട്ട് സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുല y - y ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y ബാർ എന്ന് പറഞ്ഞാൽ ഇത് ഈ വാല്യൂ എന്നാണ്. അതാണ് y - y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പ്രഡിക്റ്റഡ് വാല്യൂ. ഇതിൻ്റെ പ്രഡിക്റ്റഡ് വാല്യൂ എന്ന് ഇക്വേഷൻ 34 കൊടുത്താൽ ഇതിൻ്റെ പ്രഡിക്റ്റഡ് വാല്യൂ കിട്ടും. അതിൻ്റെ സ്ക്വയർ കാണണം. അങ്ങനെ എല്ലാത്തിൻ്റെയും സ്ക്വയർ കാണുക. എന്നിട്ട് സമ്മ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അതാണ് SSC. അതിനെ n-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണുക. അതാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്. അതിവിടെ കിട്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് 10.83. റിഗ്രഷൻ ഇക്വേഷൻ ഇതാണ് കിട്ടുന്നത്. ഇതാണ് 15 ആകുമ്പോൾ ബ്ലഡ് പ്രഷർ.
ഇനി നമുക്കതിൻ്റെ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഇനി ഇതാണ് അതിൻ്റെ കോഡ്. ഇമ്പോർട്ട് നമ്പർ ആസ് NB. രണ്ടാമത്തെ ഫ്രം sklearn ലോട്ട് ലീനിയർ എന്ന് പറയുന്ന scikit-learn എന്ന് പറയുന്ന പാക്കേജിലെ ലീനിയർ മോഡൽ എന്ന് പറയുന്ന മൊഡ്യൂളിലെ ലീനിയർ റിഗ്രഷനാണ് എടുക്കുന്നത്. അടുത്തത് scikit-learn മെട്രിക്സിൻ്റെ അകത്ത് നിന്ന് ഇമ്പോർട്ട് മീൻ സ്ക്വയർ എറർ കണ്ടുപിടിക്കാനുള്ള ഒന്ന്. അടുത്തത് ഡാറ്റയാണ്. x.nb_array nb.array അത് എക്സും വൈയും എഴുതുക. അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ കോഡ് എഴുതുക. ദെൻ ക്രിയേറ്റ് ആൻഡ് ഫിറ്റ് മോഡൽ. ഇതാണ് ഇവിടെ നമ്മൾ scikit-learn ആണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, പാക്കേജ് scikit-learn ആണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ കുറേ പ്രോഗ്രാം ചെയ്യും. ദെൻ ക്രിയേറ്റ് ആൻഡ് ഫിറ്റ് മോഡൽ. ഇതാണ് മോഡൽ എന്ന് പറയുന്ന ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന മോഡൽ വെച്ചാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. മോഡൽ ഡോട്ട് ഫിറ്റ്. പിന്നെ അതിനകത്ത് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞ് സ്ലോപ്പ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 15 ആണ് ബ്ലഡ് പ്രഷർ എങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ ബ്ലഡ് പ്രഷർ കണ്ടുപിടിച്ചു. ദെൻ വൈപ്രെഡ്, ഓരോന്നിൻ്റെയും വൈപ്രെഡ് പ്രഡിക്റ്റഡ് വൈ കാണുക. എന്നിട്ട് വൈക്കകത്ത് നിന്ന് പ്രഡിക്റ്റഡ് വൈ കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കാണുക. അതാണ് എന്നിട്ട് അതിൻ്റെ സമ്മ് കാണുക, സം ഓഫ് ദ സ്ക്വയേഴ്സ്. എന്നിട്ട് അതിനെ n/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് കാണുക, സ്ക്വയർ റൂട്ട് കാണുക. അതാണ് സ്റ്റാൻഡേർഡ് എറർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം പ്രിൻ്റ് ചെയ്യുകയാണ്. റിഗ്രഷൻ ഇക്വേഷൻ പ്രിൻ്റ് ചെയ്തു. റിഗ്രഷൻ ഇക്വേഷൻ പ്രിൻ്റ് ചെയ്തു. 15 ആണ് റിഗ്രഷൻ ഇക്വേഷൻ ഇവിടെ പ്രിൻ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? റിഗ്രഷൻ ഇക്വേഷൻ പ്രിൻ്റ് ചെയ്തു. ഇനി 15 ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ ബ്ലഡ് പ്രഷർ കണ്ടുപിടിച്ചു, സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിച്ചു. ഇതാണ്. നിങ്ങൾ നന്നായിട്ട് ഇതിൻ്റെ കോഡ് നോക്കണം. ഇതാണ് കോഡ് നന്നായിട്ട് നോക്കുക. ഓരോ ലൈനും 1 by 1 ആയിട്ട് കോഡ് നോക്കുക. ഓരോ ലൈനും ലൈനായിട്ട് കോഡ് നോക്കുക. ഓക്കെ.